HD രേവണ്ണ ജയിൽ മോചിതരായി. ലൈംഗിക അതിക്രമ കേസിലെ ഇരയെ തട്ടിക്കൊണ്ടുപോയി എന്ന കേസിലാണ് ജാമ്യം ലഭിച്ചത്. ജനപ്രതിനിധികളുടെ കേസുകൾ കേൾക്കുന്ന കോടതിയാണ് ഇന്നലെ രേവണ്ണയ്ക്ക് ജാമ്യം അനുവദിച്ചത്. KB ശ്രീധരൻ നൽകും വിവരങ്ങൾ. ശ്രീധരൻ, ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകൽ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ജാമ്യം? HD രേവണ്ണ ജയിൽ മോചിതനായിരിക്കുന്നു. ലൈംഗിക അതിക്രമ കേസിലെ ഇരയെ തട്ടിക്കൊണ്ടുപോയി എന്ന കേസിലാണ് ജാമ്യം ലഭിച്ചത്. ഒരാഴ്ച മുമ്പാണ് രേവണ്ണയെ അറസ്റ്റ് ചെയ്യുന്നത്. ജനപ്രതിനിധികളുടെ കേസുകൾ കേൾക്കുന്ന കോടതിയാണ് ഇന്നലെ രേവണ്ണയ്ക്ക് അങ്ങനെ ജാമ്യം അനുവദിച്ചത്. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായ ശേഷം ഇന്ന് ജയിൽ മോചിതനാവുകയായിരുന്നു HD രേവണ്ണ. ശ്രീധരനുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീധരൻ, നടപടിക്രമങ്ങൾ പൂർത്തിയായി, രേവണ്ണ അങ്ങനെ പുറത്തേക്കല്ലേ? ഈ 4-ാം തീയതിയാണ് ലൈംഗികാതിക്രമത്തിനിരയായിട്ടുള്ള ഇരയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പരാതി രേവണ്ണയ്ക്കെതിരെ വരുന്നത്. അതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘം രേവണ്ണയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഏതായാലും കഴിഞ്ഞ ആഴ്ചയാണ് രേവണ്ണയെ ജയിലിലേക്ക്, പരപ്പുര അഗ്രഹാര ജയിലിലേക്ക് മാറ്റിയത്. ഇന്നലെ ഈ കേസിലെ ഈ മൊഴി മാറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ സന്ദേശമൊക്കെ ആയിട്ട് പുറത്തുവരികയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ രേവണ്ണയ്ക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തത്. കർശന ഉപാധികളോടുകൂടിയാണ് HD രേവണ്ണയ്ക്ക് ജാമ്യം നൽകിയത്. അതായത് 5 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യം, മൈസൂരുവിലെ KR നഗർ താലൂക്ക് പരിധിയിൽ പ്രവേശിക്കരുത്, പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം, എല്ലാ ഞായറാഴ്ചയും എല്ലാ മാസത്തിൽ 2ാമത്തെ ഞായറാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങി കർശന ഉപാധികൾ ജാമ്യം നൽകിയപ്പോൾ കോടതി വെച്ചിരുന്നു. ഏതായാലും ഇതിന് പിന്നാലെയാണ് ഇന്ന് ഉച്ചയോടുകൂടി രേവണ്ണ ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുന്നത്. ഒരു ലൈംഗികാതിക്രമ പരാതി രേവണ്ണയ്ക്കെതിരെ ഉയർന്നിട്ടുണ്ടെങ്കിലും ആ കേസ് ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിനാലാണ് ഇപ്പോൾ രേവണ്ണയ്ക്ക് പുറത്തിറങ്ങാനായിട്ടുള്ളത്. നിലവിൽ ഏതായാലും രേവണ്ണയുടെ മകൻ പ്രജ്വൽ രേവണ്ണ MP ഇപ്പോഴും വിദേശത്ത് തന്നെ തുടരുകയാണ്. അദ്ദേഹത്തെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം തുടരുന്നുണ്ട്. ശരി, KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. HD രേവണ്ണ അങ്ങനെ ജയിൽ മോചിതനായി.